ഹലോ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ ക്ലിയറൻസ് സെയിലിന്റെ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് സാരീസോടെ ക്ലിയറൻസ് സെയിലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടാതെ നമുക്ക് സാരീസ് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് വീണ്ടും ഒരു മിഷൻ എംബ്രോയിഡറി സാരിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ലാവൻഡർ ഷെയ്ഡിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ മിഷൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ നമ്മൾ യൂണിഫോം ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയൊരു സാരി തന്നെയാണ്. സാരീസിനൊന്നും ഒരു ഡാമേജോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലുള്ള സാരിയാണ്. എംബ്രോയിഡറി ഡിസൈൻ ആണെങ്കിലും അതെ. ഇതിനകത്ത് നമ്മൾ രണ്ട് ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് രണ്ടാമത്തെ ഡിസൈൻ നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ വരുന്ന ഡിസൈൻ ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു യൂണിഫോം പാറ്റേണിൽ അവർ തന്നിരിക്കുന്നത് നമുക്ക് നേരെയായിരുന്നു ആ ഡിസൈൻ. പക്ഷേ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ട് ആ ഡിസൈൻ യൂസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള ഡിസൈൻ അല്ല. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു പാറ്റേൺ തരുമ്പം അത് അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കണമല്ലോ. അതിപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് അത് ഇൻവേർട്ടഡ് ആയി പോയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു ഓർഡറിന് അത് ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് കൊണ്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. നമ്മൾ ഉടുത്ത് വരുമ്പം ഈ ഒരു ഡിസൈൻ ഇൻവേർട്ടഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ആ ഒരു ഫ്ലവർ കിടക്കുന്ന ഒരു പാറ്റേണിലാണ് ഇപ്പം ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ആ ഒരു ഓർഡറിൻ്റെ അകത്ത് സ്റ്റാൻഡിങ് പോസ്റ്റിൽ താഴേന്ന് മുകളിലോട്ട് വരുന്ന പോലെയായിരുന്നു ആ ഡിസൈൻ ഉണ്ടായിരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെയാണ് ഡിസൈൻ നമ്മളത് ചെയ്ത സമയത്ത് നമുക്ക് തിരിഞ്ഞു പോയതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഈ ഒരു എംബ്രോയിഡറിയുടെ പെർഫെക്ഷൻ ആണെങ്കിലും സാരി ആണെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരിക്ക് റേറ്റ് രണ്ട് ഡിസൈനേ വന്നിട്ടുള്ളൂ. ഈ ഒരു സാരിക്ക് നമ്മൾ 850 rupees ആണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ നോർമലി ഹാൻഡ് എംബ്രോയിഡറി വർക്ക് സാരീസ് ഒന്നും ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കാറില്ല, കസ്റ്റമൈസേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഈ ഒരു സാരി നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിത് വർക്ക് ചെയ്ത് കഴിഞ്ഞാണ് നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു സാരി കറക്റ്റ് 5.5 മീറ്റർ സാരി ഇല്ല. ഇതിനകത്ത് 5.4 കൂടുതലുണ്ട്, എന്നാൽ 5.5 തികച്ചില്ല. ആ ഒരു ലെങ്തിനൊരു ഡിഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും അതുപോലെ ഗ്രീൻ കളറിൽ ലേസി ആയിട്ട് കൂടി ആയിട്ട് വരുന്നത് പോലത്തെ ഒരു നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. ഒരുപാട് സ്റ്റിഫ്നെസ് വരുന്ന ഓർഗൻഡി അല്ല, തീരെ മയം വരുന്നല്ല, എന്നാലും ഒരുപാട് സ്റ്റിഫ്നെസ് ഉള്ള ഓർഗൻഡി മെറ്റീരിയൽ അല്ല, നല്ല നമുക്ക് ഒതുങ്ങുന്ന നല്ല മെറ്റീരിയലാണ്. ഇതിനകത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെങ്തിന്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കരുതലോടെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി കസ്റ്റമർക്ക് കൊടുക്കാതെ ഇന്ന് ഈ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെസ്റ്റ് പോർഷനിൽ രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത്രയും മതിയായിരിക്കും സാരി. പക്ഷെ ഫ്ലീറ്റിന്റെ എണ്ണം കുറവായിരിക്കും, അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ തന്നെയല്ല, നമ്മളെപ്പോഴും കസ്റ്റമറിനോട് പറയുന്ന 5.5 മീറ്റർ സാരിയിൽ എംബ്രോയിഡറി എന്ന അത് നമ്മൾ പാലിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഡിഫക്റ്റ് വരുമ്പോൾ, അതായത് ചെറിയ ലെങ്ത് ഡിഫറൻസ് വരുമ്പം അത് കൊടുക്കാത്തത്. പക്ഷെ നമുക്ക് ഒരു ഉടുക്കാനായിട്ടൊക്കെ നമ്മൾ ഈ മാനിക്യൂണിലൊക്കെ ഉടുപ്പിച്ചൊക്കെ നോക്കിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഫോട്ടോസ് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊക്കെ ഫ്ലീറ്റഡ് ആവും. നമുക്ക് 5 ഫ്ലീറ്റ് ഒക്കെ കിട്ടും. കുറവുള്ളവരൊക്കെ ആണെങ്കിൽ 5 ഫ്ലീറ്റ് കിട്ടും. വണ്ണമുള്ളവർക്കാണെങ്കിലും ഇനി ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇച്ചിരി വണ്ണമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അകത്തൊരു പീസ് തുണി വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ഫ്ലീറ്റഡ് ആയിട്ട് ഉടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതൊന്നും കസ്റ്റമൈസേഷന്റെ സമയത്ത് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. നിങ്ങൾ അകത്തൊരു പീസ് തുണി വെച്ച് ഉടുത്തോളാൻ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ വർക്ക് വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഇങ്ങനെ 4 ഡിസൈൻ വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരി നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ 1800 rupees കൊടുക്കുന്നത്. ഇത് നമ്മൾ 2400 സംതിങ് റേറ്റിൽ വരുന്ന സാരിയാണ്. ഈ ഒരു ചെറിയൊരു കൂടിപ്പോയാൽ ഒരു 10-30 സെന്റിമീറ്റർ ഇതിനകത്ത് കുറവുണ്ടാവത്തുള്ളൂ. അതിനാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ സബ്സ്ക്രൈബർ കളക്ഷനിൽ വരുന്ന ഒരു സാരിയാണ്. ഇത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു സാരി വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡുമാണ് ഇതിനകത്ത്. ഒരു ലൈറ്റ് ആ ഒരു പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്നത്, അതായത് ബ്രൗണിഷ് പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പോലത്തെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. കുഞ്ഞി ഒരു ഫ്ലവർ ബഞ്ചാണ് ഇതിന് നടുക്ക്. ഒരു ബീഡ് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനാണിത്. എൻ പോർഷനിൽ കൂടി ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ഫുൾ ബോർഡർ പോർഷനിലും ഇതുപോലെ ഈ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ബോട്ടം പോർഷൻ ഇല്ല, നമ്മുടെ ആ ഒരു സാരിയുടെ പകുതി പോർഷൻ വരെ, അതായത് ഫ്ലീറ്റ്സ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് മൊത്തമായിട്ട് ഇതുപോലെ ചെറിയ എംബ്രോയിഡറി പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ എംബ്രോയിഡറി ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഉടുത്ത് വരുന്ന സമയത്ത് ചെസ്റ്റിന്റെ ഉൾവശത്ത് വരുന്നത് പോലെയും ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെസ്റ്റിന്റെ ഉൾവശത്ത് വരുന്നത് പോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്.
നല്ല ഫ്ലോയി ആയിട്ട് നമുക്ക് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സാരിയാണ് ഈ സാരി. ഇപ്പൊ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1500 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഒരു ഹെവി വർക്ക് വരുന്നൊരു സാരിയാണ്. ഇത് നമുക്ക് സെമി ടെസർ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫുൾ ബോർഡറിലും ഈ ഒരു പാറ്റേണിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്ത് മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി മിക്സ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബോർഡറിലും ഉണ്ട്. ലോങ് ഫ്രഞ്ച് നോട്ടും ഫ്രഞ്ച് നോട്ട്സും ആണ് ഇതിനകത്ത്. ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി പാറ്റേൺ ചൂസ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതും. ഈ ഒരു ബ്ലൂവിന്റെ തന്നെ ഡാർക്ക് ടോണിലോട്ട് വരുന്നത് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഈ ഒരു സ്റ്റെം അതുപോലെ ഈ ഒരു പാറ്റേൺ ഒക്കെ വരുന്നത് മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എൻ പോർഷൻ ഒരു സ്കാലപ്പ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്കാലപ്പ് കട്ട് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കാലപ്പ് പോർഷൻ കട്ട് ചെയ്താൽ സ്കാലപ്പ് സാരി ആയിട്ടും ഉപയോഗിക്കാം. ഫുൾ ബോർഡറിലും ഈ ഒരു എംബ്രോയിഡറി ഉള്ളതുകൊണ്ട്. പക്ഷെ ഇതിനകത്ത് സ്കാലപ്പ് പോർഷൻ കട്ട് ചെയ്തിട്ടില്ല. നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് സ്കാലപ്ഡ് സാരി ആയിട്ടും യൂസ് ചെയ്യാം. ഫുൾ ബോർഡറിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇതിനകത്ത് കോൺട്രാസ്റ്റ് ചെയ്ത് കാണുന്ന പോലെയല്ല ഡിസൈൻസ് വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള കളർ ഷെയ്ഡിലാണ്. അതുപോലെ പല്ലു പോർഷനിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഫ്രഞ്ച് നോട്ട്സ് ഉണ്ട്. അതും ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റത്തില്ല. ചെറുതായിട്ട് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ആ സെൽഫ് കളറിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ അറിയാം. അതിനകത്ത് ആ ഫുള്ളും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെവി വർക്ക് വരുന്നത്. ഇത്രയും ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ടൈം എടുത്തൊരു സാരിയാണ്. നമ്മളിപ്പോൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ഇതിന് ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 5500 rupees ആണ്. നമുക്ക് 8000 9000 റേഞ്ചിൽ വന്നിരുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ടിൽ നമ്മൾ ഈ സാരി ഇപ്പോൾ സെല് ചെയ്യുവാണ്. അപ്പോൾ ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഈ പ്രൈസിൽ ഇപ്പം മാത്രമേ ഈ സാരി അവൈലബിൾ ആവത്തുള്ളൂ. നമുക്ക് ഇത്രയും വർക്ക് ചെയ്ത് നമുക്ക് റീ ഓർഡറോ കളർ ചേഞ്ചോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് മാറും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കളർ ഷെയ്ഡിൽ സിംഗിൾ പീസ് സാരി നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു സബ്സ്ക്രൈബർ കളക്ഷൻ സാരി തന്നെയാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ്. ഇതിനകത്തൊരു റെഡും പീച്ചും കൂടെ ഉള്ള ഒരു ഡബിൾ ഷെയ്ഡാണ്. പീച്ചാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. എന്നാലും ഒരു റെഡിന്റെ ഒരു ഗ്ലേസിങ് നമുക്ക് ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ വരും. അതിനകത്ത് കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ഒരു പിങ്ക് റെഡ് വരുന്ന ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹെയറിംഗ് ബോർഡ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ സാരിയാണ്. ഈ ഒരു സാരി നമുക്കിപ്പോൾ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബോർഡർ പോർഷനിലൂടെ എല്ലാം ഡിസൈൻസ് ഉണ്ട്. ബോട്ടം പോർഷൻ ഒഴികെ ബാക്കി ഫുൾ ബോർഡറിലും ഈ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ഡിസൈൻസ് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും. പല്ലു പോർഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ ഡിസൈൻ വരുന്നത് പോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ചെസ്റ്റിന്റെ ഉള്ളിൽ വരുന്നൊരു ഡിസൈൻ വരുന്നുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പം ഉൾവശത്തില് ഉള്ളിലെ ഫ്ലീറ്റ്സിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഡിസൈൻസും വരും. ഈ ഒരു പാറ്റേണിലാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി നമുക്കിപ്പം അവൈലബിൾ ആയിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1450 rupees ആണ്. 1450. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളറിലെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് വൈറ്റും റെഡും കൂടെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 4 മോട്ടീവ്സ് ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലത്തെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ പല്ലു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. നല്ലതായിട്ട് ഈ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ആ ഒരു വർക്ക് കാണാൻ പറ്റുന്ന ഒരു സാരിയാണ്. പിന്നെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ വീണ്ടും ഇതുപോലത്തെ 2 ഡിസൈൻസ് ആണ് വരുന്നത്. ഇതുപോലത്തെ 2 ഡിസൈൻസ് ആണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. അതിനുശേഷം ഇതിന്റെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിൽ ഇതുപോലെ 3 മോട്ടീവ്സ് വരുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഈ ഒരു സാരി ഇപ്പൊ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് പ്രൈസ് എന്ന് പറയുന്നത് 1200 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഈ ഒരു അക്വാ ഗ്രീൻ കളറിലെ ഓർഗൻഡി സാരിയാണ്. ഒത്തിരി സ്റ്റിഫ്നെസ് വരുന്ന ഓർഗൻഡി അല്ല, എന്നാൽ കുറച്ച് സ്റ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻഡി മെറ്റീരിയലാണ്. നമുക്ക് മോസ്റ്റ് ഡിമാൻഡിങ് കളക്ഷനിൽ വരുന്ന ഒരു അക്വാ ഗ്രീൻ ആണ്. പക്ഷേ ഇത് നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക് ചെയ്തൊരു സാരിയാണ്. നമ്മൾ കൊടുക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മിഷൻ എംബ്രോയിഡറി ഒരു സാമ്പിൾ ഡിസൈൻ ഈ സാരിയിൽ ചെയ്തത്. ഫുൾ ഡിസൈൻസ് ചെയ്തിട്ടില്ല. ചെസ്റ്റ് പോർഷനിൽ ഒരു സാമ്പിൾ ഡിസൈൻ മാത്രമേ ചെയ്തുള്ളൂ. ഈ ഒരു മെറ്റീരിയലിന് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. ഡിഫക്റ്റ് എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഓർഗൻഡി മെറ്റീരിയലിൽ നോർമലി വരാറുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണ്. ഫസ്റ്റ് ഞാൻ ഡിസൈൻ കാണിക്കുക, അത് കഴിഞ്ഞ് ഡിഫക്റ്റ് പറയാവേ. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഈ ഒരൊറ്റ ഡിസൈൻ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കട്ട് വർക്ക് ഒരു ട്രയൽ നോക്കിയൊരു ഡിസൈനാണ്. കട്ട് വർക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിന്റെ ഇത് കണ്ടോ, ഈ ഒരു ഫ്ലവർ പാറ്റേണിന്റെ ഭാഗമാണ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ആയിട്ട് ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റ ഡിസൈനിലേക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് പോലെയാണ് ഈ സാരി ഉടുത്ത് വരുമ്പോൾ വരുന്നത്. അത് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോഡി പോർഷന്റെ ഇടയ്ക്ക് നമ്മൾ ഉടുത്ത് വരുമ്പം കാണുന്ന പോർഷനിലല്ല, ഇടയ്ക്കൊരു പോർഷനിൽ ഇതുപോലെ ചെറിയൊരു ഫെയ്ഡ് വന്നിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ഫെയ്ഡ് വന്നിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ഉടുത്ത് വരുമ്പോൾ അങ്ങനെ കാണത്തില്ല. നമുക്ക് ഈ ഡൈ ചെയ്യുന്ന സമയത്ത് മടക്കി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇതുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പോലെ ഒരു വൈറ്റ് ഫെയ്ഡ് ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ ഒരു സാരിയുടെ കുറച്ച് ഭാഗത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി യൂസ് ചെയ്തത്. നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ടൊരു സാമ്പിളായിട്ട് ചെയ്തതാണ് ഈ ഒരു സാരി. അപ്പോൾ ഈ ഒരു സാരി നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട് ഡിസ്കൗണ്ട് സെയിലിൽ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 rupees ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഈ ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടെ മയമുള്ള ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ്. ഇതിനകത്ത് ഈ ഒരു സെൽഫ് ടോണി വരുന്നത് പോലത്തെ എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ഇതുപോലെയാണ് എംബ്രോയിഡറി ഡിസൈൻ വരുന്നത്. അതുപോലെ ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സാരിയാണ്. വീണ്ടും ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ടിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒരുപാടിട്ട് കാണിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു വീഡിയോയുടെ റെഫറൻസ് അയച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ നോക്കിയാലും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും ഒരു സാരിയുടെ വീഡിയോ. ഇങ്ങനെയാണ് ഇതിനകത്ത് ഡിസൈൻസ് വരുന്നത്. ഇതാണ് ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. അതുപോലെ ഉൾവശത്തും അതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉൾവശത്ത് വരുന്നത് ഇതുപോലൊരു ഡിസൈനാണ്. ഈ ഒരു സാരിയും റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുവാണ്. ഈ സാരിയുടെ പ്രൈസ് വരുന്നത് 1450 rupees ആണ്. അപ്പോൾ ഈ ഒരു ക്ലിയറൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇത്രയും സാരീസ് ആണ്. ഈ സാരീസ് എല്ലാം ഈ ഒരു കാണിച്ചിരിക്കുന്ന സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സെയിം സാരീസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആക്ച്വൽ പ്രൈസിലായിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ ഇതിപ്പം ജസ്റ്റ് ഡിസ്കൗണ്ടിൽ കാണിക്കുന്ന ഈ ഒരു സിംഗിൾ പീസ് സാരീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതുപോലത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യും. ഈ സാരീസ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ അവൈലബിൾ ആവുന്ന പോലെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.